ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ച്ചിടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള അധികം കാൽക്കുലേഷനൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ്. സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇതൊരു നൈറ്റി ബിറ്റാണ്. നമ്മൾ 153 രൂപ ആയിട്ടുള്ളൂ. 290ൻ്റെ ഒരു റെഡിമെയ്ഡ് നെക്കും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇന്നൊരു ടോപ്പ് തയ്ക്കുന്നത്. ഇതുപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് 4ആയിട്ട്. നമ്മൾ സാധാരണ നൈറ്റിക്കൊക്കെ മടക്കുന്നത് പോലെ മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഇത് അടിയിലെ വശമാണ്. നമ്മൾ അടിയിലെ വശത്തു നിന്നാണ് അളവുകളൊക്കെ എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട് വശം ഏറ്റവും താഴത്താണ് ആദ്യം വരുന്ന വശം. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് മീഡിയം ടൈപ്പിലാണ് തയ്ക്കുന്നത്. ഷോൾഡർ എടുക്കുന്നത് 6.5 ആം ഹോള് 7 എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കണം ആം ഹോളിൻ്റെയൊക്കെ അവിടെ, അതുകൊണ്ടാണ് ഞാൻ 7 എടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 6.5 എടുത്താൽ കറക്റ്റായിട്ടൊക്കെ കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് ബോക്സായിട്ട് വരച്ച് ഒന്ന് വൃത്തിയായിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് എടുക്കുന്നുണ്ട്. ചെസ്റ്റ് 9 എടുക്കുന്നത്. 2 തയ്യൽ തുമ്പും കൂടി കൂട്ടി 11 അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ആം ഹോളിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോള് കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് വരക്കുന്നത്. ഞാനപ്പോൾ ബാക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി ഷേപ്പൊക്കെ കൊടുക്കാം. ഷേപ്പിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 13. നിങ്ങൾ ഷേപ്പൊന്ന് നോക്കിയിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ അളവ് മതിയെങ്കിൽ ഈ അളവിൽ തന്നെ കൊടുക്കുക. 13 എടുത്തിട്ടുണ്ട്. വണ്ണം എടുത്തിരിക്കുന്നത് നമ്മൾ ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. 9 എടുത്തതെങ്കിൽ നമുക്കൊരു 8 എടുത്താൽ മതിയാവും. 2 ഇഞ്ചും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പായിട്ട്. അതിനുശേഷം സ്ലിറ്റിൻ്റെ അവിടം വരെയുള്ള ഇറക്കം എടുത്തിരിക്കുന്നത് 20 കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയറി ഇനി വേണോ ഇല്ലെങ്കിൽ ഇറങ്ങിയാണ് വേണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എനിക്കപ്പോൾ 20 കറക്റ്റാണ്. 20 എടുത്തിരിക്കുന്നത് ഇറക്കം. നമ്മൾ വണ്ണം എടുത്തിരിക്കുന്നത് ചെസ്റ്റിനേക്കാളും കൂടുതലാണ് കേട്ടോ. 10 എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി. നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒന്ന് അടിയിൽ ഞാൻ ടോട്ടൽ ലെങ്ത് ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വണ്ണം എടുത്തിരിക്കുന്നത് 10ഉം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 11. അപ്പോൾ നിങ്ങൾ ഇറക്കം നോക്കിയിട്ടൊന്ന് വെട്ടി മാറ്റണം. ബാക്കി വന്ന പീസാണ് നമ്മൾ സ്ലീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ ലെങ്ത് എൻ്റെ എടുത്തിട്ട് ഒന്ന് വണ്ണം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി എന്നിട്ടൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ അവിടെ ഒരു അടയാളം കൊടുത്തേക്കണം, സ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഷോൾഡർ ഒന്ന് ചരിച്ച് വെട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. നെക്കിൻ്റെ അവിടുത്തെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്ക് വരക്കാൻ വേണ്ടി നമ്മൾ റെഡിമെയ്ഡ് നെക്കാണല്ലോ വെക്കുന്നത്. നെക്കിൻ്റെ വീതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് നെക്ക് ഒരു വി ഷേപ്പിലാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ റെഡിമെയ്ഡ് നെക്കിൻ്റെ വീതി വന്നത് 2.5 അതുപോലെ വരച്ചിട്ട് താഴത്തോട്ട് ഇറക്കം എടുത്തിരിക്കുന്ന നെക്കിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 7. അതൊന്ന് ബോക്സായിട്ട് വരച്ചിട്ട് ഒരു വി നെക്കിൽ നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് വി നെക്കിൽ ബാക്കിൽ ഞാൻ കുർത്തിയുടെയൊക്കെ തയ്ക്കുന്നത്. സാരി ബ്ലൗസൊക്കെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു ബാക്കിൽ നമുക്ക് കാണാൻ വേണ്ടി ഒരു വി നെക്ക് വന്നപ്പോൾ. പിന്നെ ഇതുപോലെ ഒന്ന് വി നെക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ബാക്കിൽ ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കണം. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക്
നെക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് നമ്മൾ റെഡിമെയ്ഡാണ് വെക്കുന്നത് കൊണ്ടൊന്നും ചെയ്യേണ്ട, അത് വെച്ച് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് സ്ലീവ് എടുക്കാം. സ്ലീവ് എടുക്കുമ്പോൾ നമ്മൾ ബാലൻസ് വന്ന പീസാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും മേളത്തെ പീസായതുകൊണ്ട് സ്ലീവിന് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബാക്കിലെ ഏറ്റവും മേളത്തെ പീസ് മേളിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങരുത്, അടിയിൽ നിന്ന് വേണം മാർക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടി. അപ്പോഴേ നമുക്ക് ഇതുപോലെ നല്ല വലിയ സ്ലീവ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് തന്നെ 3 അങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് 3 എടുത്ത് നോക്കാം. ഞാൻ ഈ അറ്റത്തു നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 3 എടുത്തിട്ടുണ്ട്. രണ്ടാമതെടുത്ത 3ൻ്റെ അവിടെ നിന്ന് 9.5 നേരെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം എടുത്ത 3ൽ നമുക്കിങ്ങനെ വളച്ച് നെക്കിൻ്റെ ഒരു സ്ലീവിൻ്റെ ഒരു ഷേപ്പിൽ ഇതുപോലെ കൊടുക്കാം. ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ണം എടുക്കണം. വണ്ണം നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ തയ്യൽ തുമ്പും ലൂസും എല്ലാം കൂടി കൂട്ടിയെടുക്കണം. ഞാനപ്പോൾ എൻ്റെ വണ്ണം ഒന്ന് നോക്കിയിട്ടൊരു 6.5 ലൂസും തയ്യൽ തുമ്പും കൂടി എടുത്തിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് കൈ എത്തിയിട്ട് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ 6.5 ഇങ്ങനെ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 5-5.5 മതിയാവും മീഡിയമുള്ള ആൾക്കാർക്ക് തയ്യൽ തുമ്പ് എല്ലാം കൂടി കൂട്ടി. ഞാനപ്പോൾ എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഇതുപോലെ ഒന്ന് നേരെ അതിലോട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ മെഷർമെൻറ്റും പ്രൊഫഷണലായിട്ട് തയ്ക്കുന്നതൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു രീതിക്കാണ് ഞാൻ തയ്ക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്. ഞാൻ പുറത്തോട്ട് ചുരിദാർ തയ്ച്ചു കൊടുക്കാൻ ഉള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ തന്നെ തയ്ച്ചിടാറുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് തയ്ച്ചിടണമെന്ന് ആഗ്രഹമുള്ളവർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണിത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് നോക്കണം. നോക്കിയിട്ട് ഇതുപോലെ ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ നമ്മുടെ ചുരിദാറൊക്കെ തയ്ച്ചിടാൻ പറ്റും. അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് എനിക്ക് വന്നത് 153 രൂപയാണ് ഈ നൈറ്റി ബിറ്റിന് വന്നത്. അതുപോലെ നെക്കിന് 30 രൂപയെ വന്നുള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഇടാം കേട്ടോ.